അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മക്കളെ 6 മിനിറ്റ് ഉള്ളൂ കേട്ടോ, കുറേ ഒന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. ഇന്ന് ചെറിയൊരു വീഡിയോ, നമ്മൾ അടിച്ചു വരുന്നതും പിന്നെ ചായയും കടി ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ, ആ ഒരു വീഡിയോ ആണ് ഇപ്പം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇപ്പം നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചേണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പം ഉള്ളത്. എന്നിപ്പോൾ ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് നിങ്ങൾക്ക് മടുത്തേക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഞാൻ അതൊന്നും ഉണ്ടാക്കണമൊന്നും കാണിച്ചിട്ടില്ല, ഉണ്ടാക്കി വെച്ചൊക്കെ കാണിച്ചു തരാമെന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഏതായാലും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ മിറ്റടിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ ചെടികളെന്ന് പറയാൻ മാത്രമൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. പയറും നമ്മളെ തക്കാളിയും ചീരയൊക്കെ നമ്മൾ നനച്ചെടുത്തിട്ടാണ് മിറ്റടിച്ചു വരിക. പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിന് കേട്ടോ. ഓട്ടടയാണ് ഉണ്ടാക്കിയത്. അതേമാതിരി കുറച്ച് മത്തി എടുത്തുകൊണ്ട് കുറച്ച് ചാറ് വെച്ചിന് കേട്ടോ. ഓട്ടടയ്ക്ക് നല്ല രസമാണ് കേട്ടോ മത്തി. അപ്പോൾ എന്നാലും ഇങ്ങോട്ട് പറഞ്ഞിനി ഓട്ടട ഉണ്ടാക്കണ വീഡിയോ ഒന്ന് കാണിച്ചു തരണ്ടേ, അതിൻ്റെ അരി അരക്കലൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ മടി കൊണ്ടാണ് മക്കളെ ഓട്ടട ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ കേട്ടോ. അപ്പം ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരണ്ട കേട്ടോ. അപ്പോൾ ചോദിച്ച ആൾക്കാർ ഇങ്ങോട്ട് ക്ഷമിക്കേ, ഭയങ്കര മടിയേനി നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണ്ടേ വിചാരിച്ചിട്ടാണ്ട് എടുത്ത് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓട്ടട എടുത്തുക്കണ്, പിന്നെ ചായയും പാർന്ന് നമ്മൾ തിന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഓട്ടടയ്ക്ക് മീൻചാറ് നല്ല രസമാണ് കേട്ടോ. അത് തലേന്നത്തെ മീൻചാറാണ് ചോദിച്ചെങ്കിൽ ഉണ്ടല്ലോ ഒന്നും കൂടി നല്ലതാണ്, അതാണ് രസം കേട്ടോ. നമ്മൾ അന്ന് ഉണ്ടാക്കുന്നതല്ല, തലേന്ന് ഉണ്ടാക്കിയ മീൻചാറുണ്ടാവില്ല ബാക്കി, അതും കൂട്ടി ഓട്ടട തിന്നാണ്ടല്ലോ, എന്ത് രസക്കാരെന്നറിയാം. അങ്ങനെ നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രമൊക്കെ മോറി പിന്നെ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും കൂട്ടാനൊക്കെ ആക്കി കൊടുത്തേക്കണം കേട്ടോ. ഒരു മുട്ട പൊരിച്ച് രണ്ട് കണ്ടാക്കിയിട്ട് രണ്ടാക്കും പാത്രത്തിലിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. പിന്നെ അടിച്ചു വരണം, അകടിച്ചു വരാണ്ട് തുടക്കാണ്ട് ഒക്കെ പണിയുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ അതൊക്കെ ആക്കിക്കാണ്ട് നമ്മൾ കുറച്ച് പയറുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവിടെ ഇങ്ങനെ വെച്ചാൽ അത് മൂത്ത് പോകും. അപ്പോൾ മൂക്കണീൻ്റെ മുന്നേ ഞാനതൊന്ന് പറിച്ചെടുക്കണുണ്ട് കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നാൾ കുറച്ച് പറിച്ചു, ഇന്നും കുറച്ചു പറിച്ചാൽ തന്നെ ഉള്ളൂ കേട്ടോ. എന്താ അറിയില്ല, നമ്മളെ പയറിന് കണ്ണട്ടിയതാണോ എന്താ അറിയില്ല, കായ ഉണ്ടാണില്ല, പൂകൊക്കെ കരിഞ്ഞു പോവുക. അതേ പറഞ്ഞ മാതിരി അവിടെയും ഇവിടെയൊക്കെ പുയ്ക്കുത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കാൻ വെക്കാൻ നല്ലപോലെ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഒരു മനസ്സിക്കൊരു പൊറുതിയേടാണ്. ഏതായാലും ഇല്ലത് ഞാനുണ്ട് പറിച്ചിനുണ്ട്. അപ്പോൾ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനതൊക്കെ പറിച്ച് പിന്നെ നമ്മൾ വെള്ളം മുക്കാൻ വേണ്ടി പോയിക്കണം കേട്ടോ. കുറത്തിരി വെള്ളം കഴിഞ്ഞിനി. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം മുക്കി പാരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും വീട്ടിലിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാം, മോട്ടർ കണ്ടിടുമ്പോൾ കുടിച്ചാലുള്ള വെള്ളം കൂടി വേറെ പൈപ്പിൽ വരും. നമ്മളത് അങ്ങനെ ഉണ്ടാക്കിയതുമില്ല, നമ്മക്കറ്റ പറയാനും തോന്നിയില്ല അറിഞ്ഞില്ലേ. ഇപ്പോഴാണ് ഇപ്പോൾ നമ്മളിങ്ങനെ മേപ്പട്ടേക്ക് വെക്കണത്, ഇങ്ങനെ വെള്ളം മുക്കണം. അല്ലെങ്കിൽ മോട്ടർ കണ്ടിടുമ്പോൾ ഒരു കുടം വെള്ളം പിടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ കയറാകെ തുരുമ്പിച്ചതായിക്കണേ. അപ്പോൾ നമ്മൾ വെള്ളം മുക്കുമ്പം കയറിങ്ങനെ തുരുമ്പിച്ചത് ആ വെള്ളത്തേക്ക് ഇങ്ങനെ ചാടുകയാണ്. അപ്പോൾ ഞാനൊരു അരിപ്പെടുത്ത് അരിച്ചുകാണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം മുക്കിപ്പായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം കുടിച്ചെടുക്കുമ്പോൾ ആ കയറിൻ്റെ അതും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കൊല്ലി കുടുങ്ങും. അതേ പറഞ്ഞമാതിരി പള്ളിയിലെത്തും, അതൊക്കെ പിന്നെ എല്ലാ കുണക്കടും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ വേഗം എന്താട്ടി ഒരു അരിപ്പെടുത്ത് അരിച്ച് പാർന്നാൽ മതിയല്ലോ, എന്നാൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഏതായാലും നമ്മൾ വെള്ളമൊക്കെ മുക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ 2-3 കൊട്ടക്കരി മുക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുടന്നറിയും, ചെറിയൊരു കുഞ്ഞിക്കുടാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും നമുക്ക് ഇതൊന്ന് ഔത്തുകൊണ്ടേക്കാം. അങ്ങനെ ഞാൻ അതൊക്കെ ഔത്തുകൊണ്ടേച്ചിട്ട് പിന്നെ ഞാൻ അകടിച്ചു വരാൻ വേണ്ടി നിന്നിക്കണം കേട്ടോ. പിന്നെ മക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ടാണ് നമ്മൾ അകടിച്ചു വരലും തുടക്കലും ഒക്കെ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അകടിച്ചു വരിയാലും തുടച്ചാലൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പാഞ്ഞടക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അടിച്ചു വരിയത് പിന്നെ ഇങ്ങോട്ട് തന്നെ ആകും. അങ്ങനെയൊക്കെ ഓരോരോ പരിപാടികളാണ് നമ്മളെ മക്കളടുത്ത്. അപ്പോൾ ഞാൻ എന്താ കേട്ടോ, ഓരോട് പോയിട്ടാണ്ട് അടിച്ചു വരും, എന്നിട്ട് പിന്നെ തുടക്കും. അടിച്ചു വരൽ ചിലപ്പോൾ മുന്നേ കഴിച്ചിടും,
തുടക്കൽ ഓല് പോയിട്ടേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ അതാക്കണം ചോറൊക്കെ വെച്ച് ഊറ്റിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് ചോറ് മതി. ജീന് വന്നെങ്കിൽ വരും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചോറ് വെച്ചിക്കണേ. പിന്നെ ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. തക്കാളി കൂട്ടാനാണ് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഞമ്മക്കൊരു പ്ലേറ്റ് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തക്കാളി കൂട്ടാൻ തന്നെ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിക്കണേ. പിന്നെ അതേ പറഞ്ഞ മാതിരി ഒരു 4-5 കണ്ടം, 5 ഉണ്ടല്ലേ, 5 മീനും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം ബാക്കി കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ബാക്കി പൊരിച്ചാം. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ നമ്മളെ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ നിർത്താം കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരണ്ട്. പുതിയ വീഡിയോ പറയുമ്പോൾ നല്ല ആവേശത്തോടു കൂടിയൊക്കെ പറയും പുതിയ വീഡിയോ പറയുമ്പോൾ നമ്മൾ ഈ ചോറും കൂട്ടാനും വെക്കണേനെ, അല്ലാത്തൊരു വീഡിയോസൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം ഇന്നുള്ളത്. നിങ്ങളെ പറഞ്ഞുകൊണ്ട് പൂതിയെപ്പിച്ചാൻ പറ്റൂലല്ലോ. ടൂറോ ഇതും വേറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാറുണ്ട്. നമ്മൾ ഈ ചോറും കൂട്ടാനും വെക്കണം തന്നെയാണ് കേട്ടോ കാണിച്ചു തരാൻ ഉണ്ടാവുള്ളൂ. അല്ലാത്തൊന്നും ഉണ്ടാവില്ല മക്കളെ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടുകാണ്ട് ഒന്ന് തിരുപ്പതി പെടി. ഇൻഷാ അല്ലാഹ് നാളെ വരാം. അസ്സലാമു അലൈക്കും.